നമസ്തേ. സ്പോക്കൺ ഹിന്ദി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിവസവും ആവശ്യമുള്ള കുറച്ച് ഹിന്ദി സെൻറ്റൻസുകൾ നമുക്ക് നോക്കാം. ഒട്ടും കളയാതെ തന്നെ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആർക്കറിയാം അവൾ എന്താണ് ആലോചിക്കുന്നതെന്ന്? അതെങ്ങനെ പറയാം? ക്യാ പത്താ വഹ് ക്യാ സോച്തി ഹേ. ക്യാ പത്ത എന്ന് പറഞ്ഞാൽ ആർക്കറിയാം, വഹ് ക്യാ സോച്തി ഹേ, അവൾ എന്താണ് ആലോചിക്കുന്നതെന്ന്. ക്യാ എന്നുള്ളതിൻ്റെ അർത്ഥം എന്തെന്നാണ്. പക്ഷേ ക്യാ പത്ത എന്ന് പറയുമ്പോൾ നമ്മൾ ആർക്കറിയാം എന്നുള്ള അർത്ഥത്തിലാണ് അത് യൂസ് ചെയ്യുന്നത്. അടുത്തത്, ആർക്കറിയാം അവൾ എവിടെയാണ് പോകുന്നതെന്ന്? ക്യാ പത്ത വ കഹാൻ ജാത്തി ഹേ. ക്യാ പത്ത വ കഹാൻ ജാത്തി ഹേ. അടുത്തത്, ആർക്കറിയാം അവൻ എവിടെയാണ് ഉറങ്ങുന്നതെന്ന്? ക്യാ പത്ത വഹ് കഹാ സോത്താ ഹേ. ആർക്കറിയാം, ക്യാ പത്ത വഹ് കഹാ സോത്താ ഹേ, അവൻ എവിടെയാണ് ഉറങ്ങുന്നതെന്ന്. ആർക്കറിയാം അവർ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന്? അതെങ്ങനെ പറയാം? ക്യാ പത്ത വേ ക്യാ ചാഹത്തെ ഹേ. ആർക്കറിയാം, ക്യാ പത്ത വേ ക്യാ ചാഹത്തെ ഹേ, അവരെന്താണ് ആഗ്രഹിക്കുന്നതെന്ന്. ഇനി സമയത്തിന് മുൻപ് അതെങ്ങനെ പറയാം? സമയ് സേ പെഹലെ. സമയ് സേ പെഹലെ. പെഹലെ എന്ന് പറഞ്ഞാൽ മുമ്പ്. തും സമയ് സേ പെഹലെ ഉദർ പഹുഞ്ച് ജാന എന്ന് പറഞ്ഞാൽ നീ സമയത്തിന് മുമ്പ് അവിടെ എത്തണം. തും സമയ് സേ പെഹലെ ഉധർ പഹുഞ്ച് ജാന, നീ സമയത്തിന് മുമ്പ് അവിടെ എത്തണം. ഇനി സമയത്തിന് ശേഷം അല്ലെങ്കിൽ സമയം കഴിഞ്ഞ്, അതിന് ഹിന്ദിയിൽ എന്ത് പറയാം? സമയ് കെ ബാദ്. സമയ് കെ ബാദ്, സമയം കഴിഞ്ഞ്. ഇനി ഒട്ടും താമസിക്കാതെ, നമ്മൾ സാധാരണ പറയാറില്ലേ ഒട്ടും താമസിക്കാതെ, അതിന് ബിനാ ദേരി കെ. ബിനാ ദേരി കെ, ഒട്ടും താമസിക്കാതെ. വീട്ടിലെത്തിയാൽ ഒട്ടും താമസിക്കാതെ പഠിക്കാനിരിക്കണം. അതെങ്ങനെ ഹിന്ദിയിൽ പറയാം? घर पहुंचने के बाद बिना देरी के പഠായി करने को बैठना. സമയത്തിൻ്റെ കുറവ് അതെങ്ങനെ പറയാം? സമയ് കി കമി. മുझे സമയ് കി ബഹുത് കമി ഹേ, എനിക്ക് സമയത്തിൻ്റെ ഒരുപാട് കുറവുണ്ട്. സമയം കളയരുത് അതെങ്ങനെ പറയാം? സമയ് ബർബാദ് മത് കരോ. സമയ് ബർബാദ് മത് കരോ. ബർബാദ് കർണ എന്ന് പറഞ്ഞാൽ കളയുക എന്നുള്ള അർത്ഥമാണ്, അല്ലെങ്കിൽ പാഴാക്കുക അങ്ങനെയൊക്കെ പറയും, ബർബാദ്. ഇനി വീണ്ടും പരിശ്രമിക്കുക. ഫിർസേ പ്രയാസ് കർണ. ഫിർസേ വീണ്ടും, പ്രയാസ് കർണ പരിശ്രമിക്കുക. ഒരു പ്രാവശ്യം തോറ്റു എന്ന് വെച്ച് വിഷമിക്കരുത്, വീണ്ടും ശ്രമിക്കണം. ഏക് ബാർ പരാജിത് ഹോനെ സേ ദുഃഖി മത് ഹോന, ഫിർ സേ പ്രയാസ് കർണ. കുറേശ്ശെ കുറേശ്ശെയായി, അതിന് തോടാ തോടാ കർക്കെ എന്ന് പറയണം. തോടാ തോടാ കർക്കെ, കുറേശ്ശെ കുറേശ്ശെയായി. കൊച്ചു കുട്ടികൾക്ക് ആഹാരം കുറേശ്ശെ കുറേശ്ശെയായി കൊടുക്കണം. എങ്ങനെ പറയാം? ഛോട്ടെ ബച്ചോങ്കോ, കൊച്ചു കുട്ടികൾക്ക് ഖാന ആഹാരം थोड़ा थोड़ा करके देना चाहिए. छोटे बच्चों को खाना थोड़ा थोड़ा करके देना चाहिए. കുറേശ്ശെ കുറേശ്ശെയായി കൊടുക്കണം. ഇനി പടക്കം പൊട്ടിക്കരുത്. പട്ടാഖെ മത് ഫോഡോ. പടക്കം എന്നുള്ളതിന് പട്ടാഖ, പൊട്ടിക്കരുത്. മത് ഫോഡോ, പട്ടാഖെ മത് ഫോഡോ. പടക്കം കത്തിക്കരുത് അതെങ്ങനെ പറയാം? പട്ടാഖെ മത് ജലാവോ. ജലാന എന്ന് പറഞ്ഞാൽ കത്തിക്കുക. പട്ടാഖെ മത് ജലാവോ, പടക്കം കത്തിക്കരുത്. എൻ്റെ അടുത്ത് സമയമില്ല, അല്ലെങ്കിൽ എനിക്ക് സമയമില്ല എന്നുള്ള അർത്ഥമാണ്. മേരെ പാസ് സമയ് നഹി ഹേ. മേരെ പാസ് ടൈം നഹി ഹേ. ഇനി ആരെന്തു പറഞ്ഞാലും ഞാൻ അവിടെ പോകും. നമ്മളങ്ങനെ പറയാറില്ലേ? ആരെന്തു പറഞ്ഞാലും ശരി, ഞാനവിടെ പോകും. അതെങ്ങനെ ഹിന്ദിയിൽ പറയാം? ആരെന്തു പറഞ്ഞാലും അതിന് കോയി കുച്ച് ഭി കഹേ. കോയി കുച്ച് ഭി കഹേ മേ വഹാ ജാവുങ്ക, ഞാൻ അവിടെ പോകും.
ആരെന്തു പറഞ്ഞാലും കോയി കുച്ച് ഭീ കഹേ മേ വഹാ ജാഊങ്ക. ഇനി ആരെന്തു പറഞ്ഞാലും അവൻ അനുസരിക്കില്ല. കോയി കുച്ച് ഭീ കഹേ വഹ് നഹി മാനേഗ. കോയി കുച്ച് ഭീ കഹേ, ആരെന്തു പറഞ്ഞാലും, വഹ് നഹി മാനേഗ. നഹി മാനേഗ എന്ന് പറഞ്ഞാൽ അനുസരിക്കത്തില്ല, മാനിക്കത്തില്ല, അതായത് അനുസരിക്കത്തില്ല. ആരെന്തു പറഞ്ഞാലും നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യൂ. കോയി കുച്ച് ഭീ കഹേ തും അപ്പനാ കാം കരോ. കോയി കുച്ച് ഭീ കഹേ തും അപ്പനാ കാം കരോ. നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യൂ. ഇത്ര നിശബ്ദത എന്തുകൊണ്ടാണ്? ഇത്തന സന്നാട്ട ക്യോം ഹേ. സന്നാട്ട എന്ന് പറഞ്ഞാൽ നമ്മൾ സൂചി താഴെയിട്ടാൽ കേൾക്കുന്ന നിശബ്ദത എന്ന് പറയത്തില്ലേ, അതിനാണ് സന്നാട്ട എന്ന് പറയുന്നത്. ഇത്തന സന്നാട്ട ക്യോം ഹേ. അവനെ കണ്ടുപിടിക്കുക എന്നുള്ളത് നടക്കാത്ത കാര്യമാണ്. അതെങ്ങനെ പറയാം? ഉസേ ഢൂണ്ട്ന നാമുംകിൻ ഹേ. നാമുംകിൻ എന്ന് പറഞ്ഞാൽ നടക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യം. നിങ്ങൾ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ മറക്കൂ. തും പുരാനി ബാത്തേം ഭൂൽ ജാവോ. പുരാനി ബാത്തേം, കഴിഞ്ഞ കാര്യങ്ങൾ, ഭൂൽ ജാവോ, മറക്കൂ. നീ എന്താഗ്രഹിക്കുന്നുവോ അത് നിനക്ക് കിട്ടും. തും ജോ ചാഹോഗേ വഹ് തുമേ മിലേഗ. തും ജോ ചാഹോഗേ, നിങ്ങൾ എന്താഗ്രഹിക്കുന്നുവോ, വഹ് തുമേ മിലേഗ, അത് നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും സത്യമാകും. തുമാരെ സാരേ സപ്നെ സച്ച് ഹോ ജായേഗ. തുമാരെ സാരേ സപ്നെ, നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും, സച്ച് ഹോ ജായേഗ, സത്യമായി ഭവിക്കും. സച്ച് ഹോ ജായേഗ. എല്ലാം തന്നെത്താനെ തന്നെയായി. സബ് കുച്ച് അപ്പനെ ആപ് ഹി ഹോ ഗയാ. സബ് കുച്ച്, എല്ലാം, അപ്പനെ ആപ് ഹി, തന്നെത്താനെ തന്നെ, ഹോ ഗയ, ആയി. എങ്ങനെ അവൻ പറഞ്ഞോ അതുപോലെ ചെയ്യൂ. ജയ്സേ ഉസ്നെ കഹാ വൈസേ കരോ. ജയ്സേ ഉസ്നെ കഹാ, എങ്ങനെ അവൻ പറഞ്ഞു, വൈസേ, അങ്ങനെ, കരോ, ചെയ്യൂ. നിങ്ങൾ നിങ്ങളുടെ സമയം നശിപ്പിക്കുകയാണ് അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തുകയാണ്. ആപ് അപ്പനാ സമയ് ബർബാദ് കർ രഹേ ഹേ. ആപ് അപ്പനാ സമയ് ബർബാദ് കർ രഹേ ഹേ. ബർബാദ് കർണ എന്ന് പറഞ്ഞാൽ നശിപ്പിക്കുക അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തുക. നിങ്ങൾ എങ്ങനെ പറയുന്നുവോ, ജയ്സാ തും കഹോ, നിങ്ങൾ എങ്ങനെയാണോ പറയുന്നത് അതുപോലെ എന്നുള്ള അർത്ഥമാണ്. ജയ്സാ തും കഹോ. എൻ്റെ നേരെ നോക്കി എന്നിട്ട് പുഞ്ചിരിച്ചു. മേരി തരഫ് ദേഖ ഫിർ മുസ്കുരായ. മേരി തരഫ് ദേഖ, എൻ്റെ നേരെ നോക്കി, ഫിർ മുസ്കുരായ, എന്നിട്ട് അല്ലെങ്കിൽ പിന്നീട് പുഞ്ചിരിച്ചു. മുസ്കുരാന എന്ന് പറഞ്ഞാൽ പുഞ്ചിരിക്കുക. എനിക്ക് നല്ല ഉറക്കം വരുന്നു. മുझे अच्छी नींद आ रही है. മുझे अच्छी नींद आ रही है. എനിക്കിപ്പോൾ ഉറക്കം നന്നായിട്ട് വന്നുകൊണ്ടിരിക്കുക, അതാണ് നമ്മൾ നീന്ത് ആ രഹി ഹേ എന്ന് ഉപയോഗിച്ചത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീണ്ടും വീണ്ടും കേട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. എപ്പോഴും പറയുന്നത് പോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണം. പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായിട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും. താങ്ക്